أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറ ഫുസ്സിലത്ത്, അതിൻ്റെ 25-ാം സൂക്തം മുതൽ 32 വരെയുള്ള വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖയ്യദ്നാ ലഹും ഖുറനാ فزينوا لهم ما بين أيديهم وما خلفهم وحق عليهم القول في قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين. അർത്ഥം, അവർക്ക് നാം ചില കൂട്ടുകാരെ നിശ്ചയിച്ചു കൊടുത്തു, എന്നിട്ട് ആ കൂട്ടാളികൾ അവർക്ക് തങ്ങളുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അലങ്കൃതമായിട്ട് തോന്നിച്ചു. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങളുടെ കൂട്ടത്തിൽ ഇവരുടെ മേലും പ്രഖ്യാപനം യാഥാർത്ഥ്യമായി. തീർച്ചയായും അവർ നഷ്ടം പറ്റിയവരായിരുന്നു. ഖയ്യല, വിശുദ്ധ ഖുർആനിൽ ഈ വചനം വേറെ സൂക്തങ്ങളിൽ വന്നിട്ടുണ്ട്. മഹാനായിട്ടുള്ള ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. സൂറത്തു സുഖ്റുഫ് 36-37 സൂക്തങ്ങളിൽ വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാൻ, പരമകാരുണികൻ്റെ സ്മരണയെ സംബന്ധിച്ച് ആര് അന്ധത നടിക്കുന്നുവോ, നുഖയ്യിദ് ലഹു ശൈത്വാന, അവന് നാം ഒരു ഷൈത്താനിനെ, പിശാച്ചിനെ ഏർപ്പെടുത്തി കൊടുക്കും. അപ്പോൾ കയ്യല നുഖയ്യിദു എന്നാണ് ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഫഹുവ ലഹു കരീൻ, അങ്ങനെ ആ പിശാച്ച് അവനൊരു കൂട്ടാളിയാകും. വ ഇന്നഹും ലിയസുദ്ദൂനഹും അനിസ്സബീൽ, അവർ നേരായ മാർഗത്തിൽ നിന്ന് തടയും, ഇവരെ തടയും. വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, അവരാകട്ടെ ഞങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാണ് എന്ന് വിചാരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ദുർമാർഗികളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. പാപങ്ങൾ ചെയ്യുമ്പോൾ കണ്ണും കാതും ഹൃദയവും അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടും. മനുഷ്യർക്ക് എതിരായി സാക്ഷി പറയുന്ന ഒരു നാൾ വരുന്നുണ്ട് എന്നൊന്നും ചിന്തയില്ലാതെ അള്ളാഹു ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ തിന്മകൾ, ഈ അക്രമങ്ങൾ, അനീതികൾ കാണുന്നില്ല എന്ന ചിന്തയോടുകൂടെ അധർമ്മത്തിലും അതുപോലെ പാപങ്ങളിലും മുഴുകിക്കൊണ്ടിരിക്കുന്ന പാപികളായിട്ടുള്ള ആളുകൾ, ആ ആളുകളെ സംബന്ധിച്ച് കഴിഞ്ഞ സൂക്തങ്ങളിൽ പറഞ്ഞല്ലോ, നരകമാണ് അവരുടെ വാസസ്ഥലം എന്നുള്ളതാണ്. അപ്പോൾ ആ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ക്ഷമിക്കാനോ ദുനിയാവിലേക്ക് മടങ്ങി തെറ്റുകൾ തിരുത്തുവാനോ ഒരവസരവുമില്ല. അങ്ങനെയുള്ള ആളുകൾ, ആ പാപികളായിട്ടുള്ള ദുർമാർഗികളായിട്ടുള്ള ആളുകളുടെ ദുനിയാവിലെ അവസ്ഥ, അവർക്ക് കൂട്ടാളികളുണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ മുന്നിലും പിന്നിലും എല്ലാ വശത്തും ജിന്നുകളിൽപ്പെട്ട, മനുഷ്യരിൽപ്പെട്ട അവരെ വഴിതെറ്റിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടാളികളായിട്ടുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അടുത്ത വചനം, വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ, സത്യനിഷേധികൾ പറയുകയാണ്, നിങ്ങൾ ഈ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കരുതേ, അത് പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ ശബ്ദമുണ്ടാക്കുക, നിങ്ങൾക്ക് അതിനെ അതിജയിക്കാൻ കഴിഞ്ഞേക്കാം. ഈ ആയത്തിൽ വഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മക്കത്തെ മുശ്രിക്കുകൾ, ഖുറൈശികളായ മുശ്രിക്കുകളെ പറഞ്ഞു, അവർ പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നതെന്ന് തഫ്സീറുകളിൽ കാണാം. മിൻ മുശ്രിക്കി ഖുറൈഷ് എന്നാണ്.
അതുപോലെ തന്നെ ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുതേ എന്നായിരുന്നു അവരുടെ ഉപദേശം. ഇന്നും ഖുർആൻ കേൾക്കരുതേ എന്ന് പറയുന്ന ആളുകളുണ്ട്. ആ ഖുർആൻ പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥങ്ങൾ പറയുമ്പോൾ അത് സമയമുണ്ടായിട്ടും കേൾക്കാനും പഠിക്കാനും അറിയാനും വരാത്ത ആളുകൾ, ഭൗതിക സുഖസൗകര്യങ്ങളുടെ പിന്നാലെ പോകുന്നവർ എന്ന് മാത്രമല്ല, ആ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും അതിൻ്റെ ഉത്ബോധനവും അതിൽ ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് തഫ്സീറിൽ പറയാൻ, ഇദാ റഅയ്തും മുഹമ്മദൻ യഖറഉ ഫഅറലൂഹു ബിർരിജ്സി വശ്ശിഅരി വല്ലഗ്വി. അതായത് മുഹമ്മദ് ഈ ഖുർആൻ പാരായണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക? തോന്നിവാസങ്ങൾ കൊണ്ട്, കവിതകൾ കൊണ്ട്, അനാവശ്യ വർത്തമാനങ്ങൾ കൊണ്ട് അതിനെ നേരിടുക എന്നുള്ളതാണ്. ഖാല മുജാഹിദുൻ വൽഗൗ ഫീഹി ബിൽ മുകായി വസ്സഫീർ. ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കി, ചൂളം വിളികളുണ്ടാക്കി അതിനെ ആ ശബ്ദം തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, വഖാല സുദ്ദി സ്വയ്യഹു ഫി വജ്ഹി, അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക്, മുഹമ്മദ് നബിയുടെ മുഖത്തേക്ക് അട്ടഹസിച്ച് ശബ്ദിക്കുക എന്ന. വഖാല ലഹാഖ് അക്സിറുൽ ഖലാമ ഫയഖ്തലിതു അലൈഹി മാ യഖുൽ, നിങ്ങൾ ധാരാളം സംസാരിക്കുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സംസാരം അദ്ദേഹത്തിന് പെശക് വരുന്ന രൂപത്തിൽ, അതാണ് വൽഗൗ ഫീഹി എന്ന് പറഞ്ഞാൽ. ആ രൂപത്തിൽ ഖുർആനിൻ്റെ പാരായണവും പ്രബോധനവും തടസ്സപ്പെടുത്താൻ ആ മക്കത്തെ ഖുറൈശികളായ ബഹുദൈവ വിശ്വാസികളായ സത്യനിഷേധികൾ ആജ്ഞാപിച്ചു എന്നുള്ളതാണ്. അല്ലാഹു തആല പറയാണ്, ഫലനുദീകന്നല്ലദീന കഫറു അദാബൻ ഷദീദാ വലനജ്സിയന്നഹും അസ്വഅ അല്ലദീ കാനൂ യഅമലൂൻ. എന്നാൽ ആ സത്യനിഷേധികൾക്ക് നാം കഠിനമായിട്ടുള്ള ശിക്ഷ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ അതിനീചമായതിനുള്ള കൂലി നാം അവർക്ക് നൽകുകയും ചെയ്യും. അസ്വ എന്ന് പറഞ്ഞാൽ ഏറ്റവും നീചമായ, ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും മോശമായ എന്നർത്ഥം. അത് ഷിർക്കിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അതായത് ആ ബഹുദൈവ വിശ്വാസം, കുഫർ, അതിനെ സംബന്ധിച്ച് അസ്വ എന്നുള്ള പ്രയോഗം, അതിന് അല്ലാഹു തആല അവർക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകും, ശിക്ഷ നൽകും എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. ذلك جزاء أعداء الله النار لهم فيها دار الخلد جزاء بما كانوا بآياتنا يجحدون. അതത്രേ അള്ളാഹുവിൻ്റെ ശത്രുക്കൾക്കുള്ള പ്രതിഫലമായ നരകം. അവർക്ക് അവിടെയാണ് സ്ഥിരവാസത്തിനുള്ള വസതി. ദാർ എന്ന് പറഞ്ഞ ഭവനം, വസതി എന്നർത്ഥം. ദാറുൽ ഖുൽദ് എന്ന് പറഞ്ഞാൽ സ്ഥിരവാസത്തിൻ്റെ ഭവനം. ജസാഅൻ ബിമാ കാനൂ ബി ആയാതിനാ യജ്ഹദൂൻ, നമ്മുടെ ആയത്തുകൾ നിഷേധിച്ചു കൊണ്ടിരുന്നതിനുള്ള പ്രതിഫലം എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ നിഷേധിക്കുന്ന പ്രവണതയായിരുന്നു അവർക്ക്. വഖാലല്ലദീന കഫറൂ റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജഅൽഹുമാ തഹത അഖദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. അവിശ്വാസികൾ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും പെട്ട ഞങ്ങളെ വഴിപിഴപ്പിച്ചവരെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങളുടെ കാൽപാദങ്ങൾക്ക് കീഴേ അവരാക്കട്ടെ, അവർ ഏറ്റവും അധമന്മാരാകുന്നതിന് വേണ്ടി. ഈ ആയത്തിൽ ഒട്ടേറെ പാഠങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഒന്ന്, അള്ളാഹുവല്ല ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നത്. ചില ആളുകളുടെ ധാരണ ഉണ്ട്, അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ വിധി കാരണം ഞങ്ങൾ ബിംബാരാധകരായത്, അല്ലെങ്കിൽ പിശാച്ചിനെ പൂജിക്കുന്നവരായത്, അല്ലെങ്കിൽ ജിന്നിനെയോ മലക്കിനെയോ അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെയുള്ള മഹാത്മാക്കളെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ ഷിർക്ക് ചെയ്യുന്നവരായി മാറാനുള്ള കാരണം, അല്ലെങ്കിൽ മോഷണം നടത്തുന്ന, കള്ള് കുടിക്കുന്ന, വ്യഭിചരിക്കുന്ന തിന്മയുടെ ആളുകളായിട്ട് മാറാൻ അള്ളാഹുവിൻ്റെ വിധിയാണ് എന്നുള്ളത്. അതല്ല, അവർ വഴിപിഴപ്പിച്ചതാണ്. അവർ ഇതുപോലെയുള്ള മനുഷ്യരിലും ജിന്നിലും പെട്ട ആളുകൾ അവർക്ക് ദുർബോധനം നടത്തി. ആ ദുർബോധനത്തിന് അവർ പച്ചക്കൊടി സ്വയം ആ മാർഗം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അതല്ലാതെ അള്ളാഹു വഴിപിഴപ്പിക്കുകയില്ല. അതുകൊണ്ടാണ് അളല്ലാന മിനൽ ജിന്നി വൽ ഇൻസി എന്നുള്ള പ്രയോഗം. ജിന്നുകളിൽ നിന്നും മനുഷ്യരിലും പെട്ട ഞങ്ങളെ വഴിപിഴപ്പിച്ചവരെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ എന്നാണ് ആയത്തിലെ പരാമർശം. എന്ന് മാത്രമല്ല, ഇതിൽ ജിന്നുകളിലും മനുഷ്യരിലും പെട്ട എന്ന് പറയുമ്പോൾ ഇന്ന് എത്രയോ ആളുകൾ, പുരോഹിതന്മാർ, മതവേഷം ധരിച്ച മതത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആളുകളായി നടന്ന് ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന എത്രയോ ആളുകളുണ്ട്, നേതാക്കന്മാരുണ്ട്. അവരോടുള്ള കോപവും പ്രതിഷേധവും ഈ ആയത്തിലുണ്ട് എന്നുള്ളതാണ്.
ജനങ്ങളെ വഴിപിഴപ്പിച്ചിട്ട് മഹാത്മാക്കളെ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ പദവി വരെ ഉയർത്തി മുദബ്ബിറുൽ ആലമാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു ഉദാഹരണം മാത്രമാണത്. അങ്ങനെയുള്ള വഴിപിഴപ്പിച്ച ആളുകളെ ഞങ്ങളുടെ കാലിന് അടിയിലിട്ട് ഞങ്ങൾക്ക് ചവിട്ടണം എന്ന് മാത്രമല്ല, അവർക്ക് ഏറ്റവും വലിയ അപമാനം അവർക്കുണ്ടാകണം, അസ്ഫലീൻ അധമന്മാരായിട്ട് മാറണം എന്നുള്ളതാണ്. അടുത്ത വചനം, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്ന അല്ലതീ കുൻതും തൂഅദൂൻ. തീർച്ചയായും നേരെ ചൊവ്വേ ജീവിക്കുകയും ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന് പറയുകയും നേരെ ചൊവ്വെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, മലായിക്കത്തുകൾ അവരുടെ മരണസമയത്ത് ഇറങ്ങും, എന്നിട്ട് പറയും, നിങ്ങൾ ഭയപ്പെടരുതേ, നിങ്ങൾ ദുഃഖിക്കരുതേ, നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുക, അത് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയുന്നു. എന്നിട്ട് നേരെ ചൊവ്വ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഫലം യൽതഫിതു ഇലാ ഇലാഹിൻ ഗൈരി, മറ്റൊരു ആരാധ്യനിലേക്കും തിരിയാത്തവർ എന്നാണ്. ഒരു നിലക്കുള്ള ഷിർക്കും വരാനായിട്ട് പാടുള്ളതല്ല. നിങ്ങൾ നോക്കൂ, സുഫിയാൻ ഇബ്നു അബ്ദുല്ലാ അസ്സഖഫി എന്ന് പറയുന്ന മനുഷ്യൻ വന്നിട്ട് റസൂലിനോട് ചോദിക്കുകയാണ്, പ്രവാചകരെ മറ്റാരോടും ചോദിക്കേണ്ടാത്ത വണ്ണം എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരൂ. അപ്പോൾ പറഞ്ഞു, കുൽ ആമൻതു ബില്ലാഹി സുമ്മസ്തഖിം, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു, എന്നിട്ട് നേരെ ചൊവ്വെ ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. നഹനു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ വലക്കും ഫിഹാ മാ തഷ്തഹി അൻഫുസുകും വലക്കും ഫിഹാ മാ തദ്ദഊന. ഈഹിക ജീവിതത്തിലും പരലോകത്തിലും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാകുന്നു. മലക്കുകൾ പറയാ, നിങ്ങൾക്കവിടെ അഥവാ പരലോകത്ത് നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്നതെല്ലാം ഉണ്ടാകും, നിങ്ങൾക്കവിടെ നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം ഉണ്ടായിരിക്കും. നുസുലം മിൻ ഗഫൂരിർ റഹീം, ഏറെ പൊറുക്കുന്നവനായ കരുണാനിധിയായ അള്ളാഹുവിങ്കൽ നിന്നുള്ള സൽക്കാരം എന്നുള്ളതാണ്. നഹ്നു ഔലിയാഉകും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ് എന്ന് പറഞ്ഞാൽ തഖൂലു ലഹുമുൽ മലായികത്തുല്ലദീന തതനസ്സലു അലൈഹിം, അവരിലേക്ക് ഇറങ്ങുന്ന മലക്കുകൾ എങ്ങനെ ഇറങ്ങുന്ന? ബിൽ ബിഷാർത്തി, സന്തോഷ വാർത്ത കൊണ്ട് ഇറങ്ങുന്ന മലക്കുകൾ പറയും, നഹ്നു ഔലിയാഉകും അൻസാറുകും വഅഹിബ്ബാഉകും, ഞങ്ങൾ നിങ്ങളുടെ സഹായികളാണ്, ഇഷ്ടക്കാരാണ്, ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ്. അതുപോലെ നുസുലൻ എന്ന് പറഞ്ഞാൽ റിസ്കൻ എന്നർത്ഥം. നുസുലൻ എന്ന് പറഞ്ഞാൽ വിരുന്ന് എന്നാണ് അർത്ഥം, അഥവാ ഭക്ഷണം, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഭക്ഷണമായിക്കൊണ്ട്, ഒരു സദ്യയായിക്കൊണ്ട് ആ പരലോകത്ത് സ്വർഗത്തിൽ അവർക്ക് ഉന്നതമായിട്ടുള്ള അവസ്ഥയുണ്ടാകും എന്നുള്ളതാണ് ഇമാം ബഗവി തൻ്റെ തഫ്സീറിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്നതെന്തും ആ സ്വർഗത്തിൻ്റെ ഒട്ടനവധി വിശേഷണങ്ങൾ മഹാനായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സിഫത്തുൽ ജന്ന അഥവാ സ്വർഗത്തിൻ്റെ വിശേഷണങ്ങൾ പറയുകയുണ്ടായി. മൻ അഹബ്ബലിക അല്ലാ അഹബ്ബല്ലാഹു ലിഖാഅഹു, ആ സ്വർഗത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ, അവരെ അള്ളാഹുവും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ സ്വർഗത്തിൽ അള്ളാഹിനെ കണ്ടുമുട്ടണമെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും വേണം. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ.